ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കെ അയാളുടെ മുഖം ക്യാമറയിലൂടെ സ്കാൻ ചെയ്തെടുത്ത് അയാളുടെ ഫേസ് എക്സ്പ്രഷൻ വ്യക്തമായി മനസ്സിലാക്കി അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? ഇത് ഏകദേശം അതുപോലെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെങ്കിലും ഇത് വെറും സിമുലേറ്റർ ആപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പോൾ ഇതൊരു നേരം പോക്കിനും തമാശയ്ക്കുമുള്ള സിമുലേറ്റർ ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് കേട്ടോ. ഞാൻ തന്നെ എൻ്റെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും കുട്ടികൾക്കിടയിലൊക്കെ ഇത് ഉപയോഗിച്ചപ്പോൾ അതിൽ ഭൂരിഭാഗം ആൾക്കാരും ഇത് സത്യസന്ധമായ ആപ്ലിക്കേഷൻ ആണെന്നാണ് വിശ്വസിച്ചത്. വളരെ ചുരുക്കം പേരാണ് മൊബൈൽ ഫോണിലൂടെയൊന്നും ഇത് സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞ് എന്നോട് തിരിച്ചു പറഞ്ഞത്. അപ്പോൾ ചില സമയത്തൊക്കെ കുട്ടികൾ ഹോംവർക്ക് എഴുതി പഠിച്ചു ഭക്ഷണം കഴിച്ചു എന്നൊക്കെ നമ്മളോട് കള്ളം പറയാറില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ചില സമയത്ത് നമ്മളോട് കള്ളം പറയാറുണ്ട്. അപ്പം നമുക്ക് പറയുന്നത് കള്ളമാണെന്ന് തിരിച്ചറിയുന്ന ഘട്ടത്തിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതിനകത്ത് 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആദ്യത്തെ വോയിസിലൂടെയും രണ്ടാമത്തെ ഫേസിലൂടെയും കള്ളങ്ങൾ കണ്ടെത്തുന്നു എന്ന തരത്തിലാണ് ഈ ആപ്ലിക്കേഷൻ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അപ്പോൾ ക്യാമറ പെർമിഷൻ കൊടുക്കണം. ക്യാമറ പെർമിഷൻ കൊടുത്താൽ നമ്മുടെ ക്യാമറ ഓൺ ആകുന്നതാണ്. ഇനി ക്യാമറ സംസാരിക്കുന്ന വ്യക്തിയുടെ മുഖത്തിന് നേരെ പിടിച്ചാൽ ഇതുപോലെ ഫേസിൽ എല്ലായിടത്തും ഡോട്ട്സ് വരും. വായ ചുണ്ട് ഒക്കെ ഡോട്ട്സ് വരും. ഇനി നമുക്കിവിടെ സ്റ്റാർട്ട് സ്കാനിങ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആ സമയത്താണ് സംസാരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ മുഖം ഇതുപോലെ സ്കാൻ ചെയ്യുന്നത് പോലെയുള്ള ദൃശ്യമാണ് നമുക്ക് ലഭിക്കുക. അതിനുശേഷം റിസൾട്ട് വരുന്നതിന് മുമ്പും ഇതുപോലെ സ്കാൻ ചെയ്യുന്നതായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ ചിലരൊക്കെ ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും, ചിലർക്കൊക്കെ മനസ്സിലാവും കേട്ടോ. ഇനി വ്യൂ റിസൾട്ട് വന്നാൽ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇപ്പം കാണാം ട്രൂത്ത് എന്നാണ് വന്നിട്ടുള്ളത്. അതായത് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന രീതിയിലാണ് ഇത് വന്നത്. ഇനി നമുക്ക് എസ് ഓർ നോ കൊടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് വീണ്ടും ട്രൈ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫേസ് തന്നെ കാണിച്ചിട്ട് വീണ്ടും ട്രൈ ചെയ്യാൻ പറ്റും. വീണ്ടും ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ ക്യാമറ കൊടുത്ത് സ്കാൻ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് വരുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് ഇതുപോലെ ഫോൾസ് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കിട്ടിയ റിസൾട്ടിൽ ഫോൾസ് ആണുള്ളത്. ഇതുപോലെ കൂടുതലും ഇതിൽ ട്രൂത്താണ് കാണിക്കുന്നത്. ഇനി നമുക്കിത് മാനുവലായിട്ടും ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. അതായത് സെറ്റിങ്സിനകത്ത് പോയാൽ നിങ്ങൾക്ക് കാണാം ഓൾവൈസ് ട്രൂവും ഓൾവൈസ് ഫോൾസും കൊണ്ട്. പക്ഷേ ഇത് നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ, അതായത് ഓൾവൈസ് സെറ്റിങ്സ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് പണം കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതൊരു ഫ്രീ ആപ്ലിക്കേഷൻ ആണ്, നമുക്ക് ജസ്റ്റ് ഫണ്ടിന് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അപ്പോൾ ഓരോ തവണയും നമ്മൾ ട്രൈ ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് ട്രൂത്ത് കാണിക്കും, ചില സമയത്ത് ഫോൾസ് കാണിക്കുമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഇത് കൺട്രോൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഒരുപാട് ഫണ്ടിന് വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.